നമസ്കാരം. പുതിയൊരു തന്ത്രപരമായ സഖ്യം ഇന്ത്യക്കെതിരായി രൂപം കൊള്ളുകയാണോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള പ്രതിരോധ സഹകരണവും രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടലും ആശങ്ക ഉയർത്തുന്നതാണ്. $900 മില്യൺ ഡ്രോൺ കരാറുകളും പ്രതിരോധ പങ്കാളിത്തവും ഉൾപ്പെടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പുതിയ തലങ്ങളിലേക്ക് പ്രവേശിക്കുന്നതായി പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ഇന്ത്യക്കെതിരായ ജിഹാദ് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വൻ പ്രതിരോധ ഇടപാടുകളും വ്യാപാര വിപുലീകരണവും തുർക്കി കമ്പനികളിൽ നിന്ന് അത്യാധുനിക ചാര ഡ്രോണുകൾക്കായി പാകിസ്ഥാൻ $900 മില്യൺ കരാറുകളിൽ ഏർപ്പെടാൻ ഒരുങ്ങുകയാണെന്നാണ് വിവരം. കൂടാതെ സൈനിക നിരീക്ഷണം ശക്തിപ്പെടുത്തുന്നതിനായി 700-ലധികം ലൂയിറ്ററിംഗ് മ്യൂണിഷനുകൾ വാങ്ങാനും പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാണിജ്യ ബന്ധം $5 ബില്യൺ ഉയർത്താനും പദ്ധതികൾ ഉണ്ട്. ഇത് പ്രതിരോധ മേഖലയിലെ സഹകരണം മാത്രമല്ല, സാമ്പത്തിക രംഗത്തും ഒരുമിച്ചവർ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നതിൻ്റെ സൂചനയാണ് നൽകുന്നത്. കഴിഞ്ഞ ആഴ്ച ഇസ്ലാമാബാദിൽ നടന്ന ഉന്നതതല യോഗങ്ങൾ ഈ നീക്കങ്ങൾക്ക് ആക്കം കൂട്ടി എന്നാണ് റിപ്പോർട്ടുകൾ. തുർക്കി റിപ്പബ്ലിക്കിൻ്റെ വിദേശകാര്യമന്ത്രി ഹഗാൻ ഫിദാൻ, ദേശീയ പ്രതിരോധ മന്ത്രി യാസർ ഗുലർ എന്നിവർ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ, ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ ഇഷാഖ് ദാർ, കരസേന മേധാവി സയ്യിദ് അസീം മുനീർ, എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ സിദ്ദു, പ്രതിരോധ മന്ത്രി ഖവാജ മുഹമ്മദ് ആസിഫ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവും ISI ഡയറക്ടർ ജനറലുമായ ലഫ്റ്റനന്റ് ജനറൽ മുഹമ്മദ് ആസിം മാലിക് തുടങ്ങി നിരവധി പ്രമുഖരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. നിരവധി കാര്യങ്ങളാണ് ഇതിൽ ചർച്ചയായിട്ടുള്ളത്. പ്രതിരോധം, രഹസ്യാന്വേഷണം, തന്ത്രപരമായ പങ്കാളിത്തം, ഈ കൂടിക്കാഴ്ചകളിൽ പ്രതിരോധ ഇടപാടുകൾ, അതുപോലെ തന്നെ സുരക്ഷാ സഹകരണം, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടൽ, തന്ത്രപരമായ പങ്കാളിത്തം എന്നിവയിൽ സഹകരണം ശക്തിപ്പെടുത്താനാണ് ഇരു രാജ്യങ്ങളും ഊന്നൽ നൽകിയതെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു. ഇറാൻ, ഗസ, അഫ്ഗാനിസ്ഥാൻ എന്നിവിടങ്ങളിലെ സമീപകാല പ്രാദേശിക സംഭവ വികാസങ്ങളെക്കുറിച്ചും ഉന്നത നേതൃത്വം ചർച്ച ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് ഡ്രോണുകളുടെ മേഖലയിൽ തുർക്കി അത്യാധുനിക ആയുധങ്ങളുടെ വിതരണം വർദ്ധിപ്പിക്കുമെന്നും ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചിട്ടുണ്ട്. അടുത്തിടെ മെയ് മാസത്തിൽ അതിർത്തിയിൽ നടന്ന സംഘർഷത്തിനിടെ പാകിസ്ഥാൻ തുർക്കി നിർമ്മിത ഡ്രോണുകൾ ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചിരുന്നത് ഈ സഹകരണത്തിൻ്റെ ഒരു സൂചനയായിട്ടും വിലയിരുത്തപ്പെടുകയാണ്. പുതിയ പ്രതിരോധ കരാറുകളും രഹസ്യാന്വേഷണ പങ്കാളിത്തവും പാകിസ്ഥാനും തുർക്കിയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാക്കുകയാണ്. ഇത് മേഖലയിലെ സുരക്ഷാ സാഹചര്യങ്ങളെ എങ്ങനെ ബാധിക്കുമെന്നും ഇന്ത്യ ഈ നീക്കങ്ങളെ എങ്ങനെ നിരീക്ഷിക്കുമെന്നും കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ഈ പുതിയ സഖ്യം ദക്ഷിണേഷ്യൻ രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരിക എന്നതും വരും ദിവസങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വളർച്ചയും റഷ്യയ്ക്ക് ഭാരതത്തോടുള്ള അമിത താൽപ്പര്യങ്ങളുമാണ് പാകിസ്ഥാനെയും തുർക്കിയെയും ഒരുപോലെ ചൊടിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയാം. പ്രതിരോധ രംഗത്തെ സഹകരണം മെച്ചപ്പെടുത്താനും അമേരിക്കൻ, യൂറോപ്യൻ ആയുധങ്ങൾ വാങ്ങുന്നത് കുറയ്ക്കാനും വാഗ്ദാനങ്ങളുമായി ഇന്ത്യയെ റഷ്യ സമീപിച്ചിട്ടുണ്ട്. 5ാം തലമുറ യുദ്ധവിമാനമായ Su-57E ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്ത റഷ്യ പിന്നീട് അതിൻ്റെ മുഴുവൻ സോഴ്സ് കോഡും നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളുമായി ഇത്തരത്തിൽ ഇന്ത്യ സദൃഢമായ ബന്ധം പുലർത്തുന്നത് ശത്രുരാജ്യങ്ങൾ ആശങ്കയോടെയും ഞെട്ടലോടെയും തന്നെയാണ് കാണുന്നത്.